അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇരിപ്പുറയ്ക്കുന്നില്ല. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും നൊബേൽ സമ്മാനം വേണം. അതിനുവേണ്ടി കാത്തിരിക്കാൻ അദ്ദേഹത്തിന് വയ്യ. ഈ മാസം പ്രഖ്യാപിക്കാൻ പോകുന്ന, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന ആ പുരസ്കാരം കിട്ടിയാൽ ഒരു വർഷം കൂടി കാത്തിരിക്കാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹം വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നത്. ഇന്ത്യയുടെ മേലും പാകിസ്ഥാന് മേലും സമ്മർദ്ദം ചെലുത്തി. ഇന്ത്യ വഴങ്ങിയില്ല. അതിന് നിരാശ ഇപ്പോഴും പകയായി ബാക്കി കിടക്കുന്നു. ആകെ പ്രതീക്ഷ ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ തനിക്ക് കഴിയും എന്നതാണ്. അതുകൊണ്ടാണ് അമിത ആത്മവിശ്വാസത്തോടുകൂടി ട്രംപ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ട്രംപ് ഒരു 20 പദ്ധതിയുമായി രംഗത്ത് വന്നു. ഈ 20 പദ്ധതി നടപ്പിലാക്കിയാൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ അത് ശരിയാണ് താനും. കാരണം ഇസ്രയേലിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഹമാസ് എന്ന ഭീകര സംഘടന. ആ സംഘടന ഇല്ലാതായാൽ മതി, അല്ലെങ്കിൽ ഫലസ്തീനികളെ നിരായുധരാക്കിയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു. 20 പദ്ധതി പ്രഖ്യാപിച്ചു. അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി. അറബ് രാജ്യങ്ങൾ ചാടിയിറങ്ങി പിന്തുണച്ചു. അങ്ങനെ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ഹമാസ് ആകെ പ്രതിക്കൂട്ടിലായി. എന്തു ചെയ്യും? ഈ പദ്ധതിക്ക് ഒപ്പുവെച്ചാൽ, ഇതുമായി മുമ്പോട്ട് പോയാൽ ഹമാസ് ഇല്ലാതാവും. തങ്ങളുടെ നിലനിൽപ്പില്ലാതാകുന്ന ഒരു കരാറിൽ ഒപ്പുവയ്ക്കാൻ തങ്ങൾ നിർബന്ധിതരാകും. ആയുധമെല്ലാം താഴെ വെച്ച് വരാൻ പോകുന്ന ഫലസ്തീന്റെ ഭരണത്തിൽ ഒരു റോളും ഇല്ലാതെ മാറേണ്ടി വരും. അതേസമയം ഈ പദ്ധതിയുമായി സഹകരിച്ചില്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന പിന്തുണ നഷ്ടപ്പെടും. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ഫോർമുലയുമായി ട്രംപ് രംഗത്ത് വരുന്നത്. ട്രംപിന്റെ ഫോർമുല അംഗീകരിച്ചാൽ ഹമാസ് ഇല്ലാതാകും, എതിർത്താൽ ഇതുവരെ ലഭിച്ച പിന്തുണ പോകും. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ. കാരണം ഖത്തറും പാകിസ്ഥാനും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ പദ്ധതിയെ ശരിവെച്ചു. ആ പ്രതിസന്ധിയിൽ ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ഭീഷണി മുടക്കി. ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഹമാസ് തീരുമാനമെടുത്തില്ലെങ്കിൽ, അനുരഞ്ജന ചർച്ചയുമായി മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇസ്രായേലിന് എന്തും ചെയ്യാൻ ഞങ്ങൾ അനുമതി കൊടുക്കും, ഞങ്ങൾ അവരെ സഹായിക്കുമെന്ന്. വല്ലാതെ പെട്ടുപോയി ഹമാസ്. അങ്ങനെയാണ് നിവൃത്തികെട്ട ഹമാസ് ചർച്ചയ്ക്കായി ഈജിപ്തിലേക്ക് പുറപ്പെട്ടത്. ഇന്നലെ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ, ഹമാസിന്റെ തലവൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന, ആകെ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട നേതാവ് ഖലീൽ അൽ ഹയ്യ, അദ്ദേഹമാണ് ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിലേക്ക് പോയത്.